മാച്ചു പീച്ചു ലോകത്തെ വിസ്മയിപ്പിച്ച നഷ്ടപ്പെട്ട നഗരം. ഒരു മലയുടെ മുകളിൽ മേഘങ്ങൾക്കിടയിൽ മറഞ്ഞുകിടക്കുന്ന ഒരു നഗരം. നൂറുകണക്കിന് വർഷങ്ങളോളം ലോകത്തിൻ്റെ കണ്ണിൽപ്പെടാതെ കിടന്ന ഈ അത്ഭുതം ഇന്നും ശാസ്ത്രജ്ഞന്മാരെ വിസ്മയിപ്പിക്കുന്നു. ആരാണിത് നിർമ്മിച്ചത്? എന്തിനാണ് ഉപേക്ഷിച്ചത്? ഇങ്ങനെ ഇത്ര കൃത്യതയോടെ കല്ലുകൾ കൂട്ടിച്ചേർത്തു? ഇന്ന് നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളിൽ ഒന്നായ മാച്ചു പീച്ചുവിൻ്റെ യഥാർത്ഥ കഥ. മാച്ചു പീച്ചു എവിടെയാണ്? തെക്കേ അമേരിക്കയിലെ പെറു രാജ്യത്തിലെ ആൻഡസ് മൗണ്ടെയ്ൻസ് മലനിരകളിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2430 മീറ്റർ ഉയരത്തിലാണ് മാച്ചു പീച്ചു സ്ഥിതി ചെയ്യുന്നത്. ഇത് സാധാരണ ഒരു കോട്ടയല്ല. ഇത് ലോകത്തിലെ ഏറ്റവും മനോഹരവും അതിശയകരവുമായ പുരാതന നഗരങ്ങളിൽ ഒന്നാണ്. 1983 ഇത് യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി. പിന്നീട് 2007 ലോകത്തിലെ പുതിയ 7 അത്ഭുതങ്ങളിൽ ഒന്നായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഏകദേശം 1450 പാച്ചിക്യൂട്ടി എന്ന ഇൻക ചക്രവർത്തിയുടെ ഭരണകാലത്താണ് മാച്ചു പീച്ചു നിർമ്മിക്കപ്പെട്ടത്. ഇത് ഒരു സാധാരണ നഗരമായിരുന്നില്ല. രാജാവിൻ്റെയും രാജകുടുംബത്തിൻ്റെയും വിശ്രമ കേന്ദ്രവും മതചടങ്ങുകൾക്കായിട്ടുള്ള വിശുദ്ധ സ്ഥലവും ആയിരിക്കണമെന്നാണ് മിക്ക പുരാവസ്തു ഗവേഷകരും അഭിപ്രായപ്പെടുന്നത്. ഇന്ന് പോലും ആളുകളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഒരു തുള്ളി സിമൻറ്റ് അതുപോലെ മോർട്ടാർ ഉപയോഗിക്കാതെയാണ് ആയിരക്കണക്കിന് കല്ലുകൾ പരസ്പരം കൃത്യമായി ഘടിപ്പിച്ചിരിക്കുന്നത്. കല്ലുകൾ തമ്മിലുള്ള വിടവിലൂടെ ഒരു ചെറിയ കത്തി പോലും കയറില്ലെന്ന് പറയപ്പെടുന്നു. ഇത്തരം നിർമ്മാണ രീതി ഭൂകമ്പങ്ങളെപ്പോലും അതിജീവിക്കാൻ സഹായിച്ചു. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഈ നഗരം ഇന്നും നിലനിൽക്കുന്നത് അതുകൊണ്ടാണ്. സ്പാനിഷ് അധിനിവേശം ആരംഭിച്ച സമയത്ത് ഏകദേശം 1530കളിൽ മാച്ചു പീച്ചു ഉപേക്ഷിക്കപ്പെട്ടു. എന്നാൽ സ്പാനിഷ് സൈന്യം ഈ നഗരങ്ങളിൽ എത്തിപ്പെട്ടതായിട്ടുള്ള തെളിവുകളും ഇല്ല. രോഗവ്യാപനം, രാഷ്ട്രീയ അഗ്രത അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാകാം ജനങ്ങൾ ഇവിടെ നിന്ന് പോയതെന്നാണ് ഗവേഷകരുടെ നിഗമനം. 1911 ജൂലൈ 24 അമേരിക്കൻ ഗവേഷകനായ ഹൈറാം ബിങ്കം ഈ സ്ഥലം ലോകശ്രദ്ധയിൽ എത്തിച്ചു. എന്നാൽ ഒരു പ്രധാന സത്യമുണ്ട്. മാച്ചു പീച്ചു യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ട നഗരമായിരുന്നില്ല. സമീപത്തെ നാട്ടുകാർ ഈ സ്ഥലത്തെക്കുറിച്ച് അറിയാമായിരുന്നു. അവരാണ് ബിങ്കത്തിനെ ഇവിടെ എത്തിച്ചത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും ഗവേഷണങ്ങളും ഈ നഗരത്തെ ലോക പ്രശസ്തമാക്കി. ഓരോ വർഷവും ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് മാച്ചു പീച്ചു സന്ദർശിക്കുന്നത്. ഈ ചരിത്ര സ്മാരകം സംരക്ഷിക്കാൻ സന്ദർശകരുടെ എണ്ണം നിയന്ത്രിക്കുകയും പ്രത്യേക നിയമങ്ങൾ നടപ്പാക്കുകയും ചെയ്യുന്നു. 600 വർഷങ്ങൾ മുൻപ് പണിത ഈ നഗരം ഇന്നും മനുഷ്യരുടെ ബുദ്ധിശക്തിയും എഞ്ചിനീയറിംഗിൻ്റെ മികവിൻ്റെ ജീവനുള്ള തെളിവാണ്. മാച്ചു പീച്ചു വെറും ഒരു പുരാതന നഗരം മാത്രമല്ല, ഇന്നും പൂർണ്ണമായി വായിച്ചു തീരാത്ത ഒരു ചരിത്ര പുസ്തകമാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചരിത്രത്തിൻ്റെ കൂടുതൽ അത്ഭുതങ്ങൾ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.